ആ 750 കോടി രൂപ സർക്കാർ എന്ത് ചെയ്തു? കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെയായി ഉയർന്നു വരുന്ന ഒരു ചോദ്യമാണിത്. മുണ്ടക്കൈ ചൂരൽമലയിൽ ദുരിതബാധിതരായവരെ ജീവിതത്തിലേക്ക് കൈപിടിച്ചുയർത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ജനങ്ങൾ നൽകിയ തുകയുടെ കാര്യമാണ് പറയുന്നത്. ശരിക്കും ആ 750 കോടി സർക്കാർ എന്ത് ചെയ്തു? 4 ആൾ കൂടുന്നിടത്ത് ആളാവാൻ വേണ്ടി ഈ ചോദ്യം ഉന്നയിക്കുന്നവരുൾപ്പെടെ ഇനി പറയാൻ പോകുന്നത് കേൾക്കണം. CMDRFിലേക്ക് ലഭിച്ചത് 770 കോടി 76 ലക്ഷം രൂപയാണ്. അതിൽ 351 കോടി രൂപ ഉപയോഗിച്ച് ടൗൺഷിപ്പ് വരികയാണ്. അതിന്റെ പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. അതിന്റെ ആദ്യഘട്ടം ഡിസംബർ ജാനുവരി മാസം കൊണ്ട് പൂർത്തീകരിക്കും. 402 കുടുംബങ്ങളെയാണ് വീടും സ്ഥലവും നഷ്ടപ്പെട്ട ആളുകളായിട്ട് സർക്കാർ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇവർക്കാണ് ടൗൺഷിപ്പിൽ വീട് വെച്ച് നൽകുക. കൽപ്പറ്റയിൽ വരുന്ന ടൗൺഷിപ്പിൽ വീടുകൾ വേണ്ടെന്ന് 107 കുടുംബങ്ങൾ പറഞ്ഞതിന്റെ ഭാഗമായിട്ട് അവർക്ക് 15 ലക്ഷം രൂപ വീതം കൊടുത്തിട്ടുണ്ട്. ഈ 15 ലക്ഷത്തോടൊപ്പം തന്നെ 2 മാസത്തെ വാടകയും അവർക്ക് നൽകിയിരുന്നു. 16 കോടി രൂപയാണ് ഇതിനായി സർക്കാർ ചെലവാക്കിയത്. ഇനി എന്താണ് ടൗൺഷിപ്പ്? കുറച്ച് വീടുകൾ മാത്രം വെച്ച് കൊടുക്കുന്നതിനെയല്ല ടൗൺഷിപ്പ് എന്ന് പറയുന്നത്. ഒരു പുതിയ ടൗൺ തന്നെ അവിടെ നിർമ്മിക്കുകയാണ്. അതായത് ഹെൽത്ത് സെന്ററുകൾ, സ്കൂൾ, അംഗൻവാടി, അങ്ങനെ അവിടെ ഒരു പുതിയ ടൗൺ തന്നെ കെട്ടിപ്പടുക്കുകയാണ്. നമുക്കറിയാം, ജീവിച്ച് തുടങ്ങുമ്പോൾ നമുക്കൊരു വീട് വേണം, ശരിയാണ്. പിന്നെ ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെയും നമുക്ക് ആവശ്യമാണല്ലോ. സ്വാഭാവികമായിട്ട് ഒരു നഗരത്തിൽ ഇതിന്റെയൊക്കെ ആവശ്യം വരുന്നുണ്ട്. ടൗൺഷിപ്പ് പദ്ധതിയുടെ ഭാഗമായിട്ട് 410 റെസിഡൻഷ്യൽ യൂണിറ്റുകൾ, പൊതു കെട്ടിടങ്ങൾ, റോഡുകൾ, ജലവിതരണം, മലിനജല സംവിധാനങ്ങൾ, വൈദ്യുതി, അടിസ്ഥാന സൗകര്യങ്ങൾ, ലാൻഡ്സ്കേപ്പിംഗ് എന്നിവയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ആദ്യഘട്ടം മുതൽ സർക്കാർ എന്തൊക്കെയാണ് ചെയ്തതെന്ന് നോക്കാം. ആദ്യം തന്നെ അടിയന്തര സഹായമായിട്ട് ഒരു 10,000 രൂപ വീതം കൊടുത്തു. 1032 കുടുംബങ്ങൾക്കാണ് അവിടെ ഈ 10,000 രൂപ ഇത്തരത്തിൽ കൊടുത്തിട്ടുള്ളത്. 1 കോടി 3 ലക്ഷം രൂപയാണ് ഇതിനായിട്ട് സർക്കാർ ചെലവഴിച്ചത്. പിന്നെ മരിച്ചവരുടെ ആശ്രിതർക്ക് സാധാരണ 4 ലക്ഷമാണ് കൊടുക്കാറുള്ളത്. പക്ഷെ ഇവിടെ 6 ലക്ഷം രൂപ കൊടുത്തു. കൂടാതെ ആളുകളുടെ ചികിത്സാ ചെലവുകളും മറ്റു ചെലവുകളും എല്ലാം സർക്കാർ തന്നെയാണ് വഹിച്ചത്. പിന്നെ ക്യാമ്പുകളിൽ നിന്നും ഈ ആളുകളെ വാടക കെട്ടിടങ്ങളിലേക്ക് മാറ്റി. അവർക്ക് ഇപ്പോഴും സർക്കാർ വാടക കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. 6000 രൂപ വീതമാണ് വാടകയായിട്ട് നൽകുന്നത്. തിരിച്ചു വീടുകളിലേക്ക് പോവാത്ത ആളുകൾക്കാണ് ഇപ്പോഴും സർക്കാർ വാടക നൽകിക്കൊണ്ടിരിക്കുന്നത്. 553 കുടുംബങ്ങളുടെ വാടകയാണ് സർക്കാർ നൽകി വരുന്നത്. അതായത് നേരത്തെ നമ്മൾ പറഞ്ഞത് 402 കുടുംബങ്ങളെയാണ് ടൗൺഷിപ്പിൽ വീടുകൾ വെച്ച് നൽകാൻ തെരഞ്ഞെടുത്തിട്ടുള്ളവര്. പക്ഷെ നമുക്കറിയാം, വീടുകൾ ഉണ്ടെങ്കിലും ആ വീടുകളിലേക്ക് എത്തിപ്പെടാൻ ഇല്ലാതായി പോയവരോ, അതായത് വഴിയില്ലാത്തവരോ, ഇനിയും ദുരന്ത സാധ്യതയുള്ള സ്ഥലങ്ങളിലുള്ളവരോ ഒക്കെ ഉണ്ടാവും. അപ്പൊ അവരെ അവിടുന്ന് സുരക്ഷിതമായ ഒരു സ്ഥലത്തേക്ക് മാറ്റി താമസിപ്പിക്കേണ്ടത് അനിവാര്യമാണ്. അത്തരത്തിൽ അവരെ അവിടുന്ന് മാറ്റി താമസിപ്പിച്ച് അവർക്കും വാടക നൽകുന്നുണ്ട്. അതാണ് ഈ 553 എന്ന കണക്ക്. കൂടാതെ 69 കുടുംബങ്ങൾ സർക്കാർ ക്വാർട്ടേഴ്സുകളിലാണ് കഴിയുന്നത്. അപ്പോൾ അവർക്ക് വാടക എന്നത് നൽകേണ്ടതില്ല. ഇനി മേപ്പാടി പഞ്ചായത്തിൽ SACI സ്കീം പ്രകാരം പൊതുമരാമത്ത് വകുപ്പ്, കേരള വാട്ടർ അതോറിറ്റി, KSEB എന്നിവ മുഖേന പദ്ധതികൾ നടപ്പിലാക്കുന്നുണ്ട്. ഇതിനായി വിവിധ പ്രവൃത്തികൾക്കായി 322.94 കോടി രൂപയുടെ ഭരണാനുമതി സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. ഇനി അവിടെയുള്ള ദുരിതബാധിതരായിട്ടുള്ള ആൾക്കാരുടെ ജീവിതമാർഗം അതാത് പ്രദേശങ്ങളിലെ തൊഴിലുറപ്പ് രീതിക്ക് അനുസരിച്ചിട്ടാണ് അവർക്ക് ആ വേതനം നൽകുക. അങ്ങനെ നോക്കുമ്പോൾ ദിവസം 300 രൂപ എന്ന നിലയ്ക്ക് അത് നൽകി വരുന്നു. ഒരു കുടുംബത്തിലെ 2 പേർക്കാണ് ഈ 300 രൂപ നൽകുന്നത്. ഇനി ആ കുടുംബത്തിലെ കിടപ്പ് രോഗികൾ എങ്ങനെ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിലെ 3 പേർക്ക് 300 രൂപ വീതം നൽകും. ഇതിനായി 9 കോടി 72 ലക്ഷം രൂപയാണ് ഇതുവരെ നൽകിയത്. ഇവിടെ പറയാനുള്ള മറ്റൊരു കാര്യം, സാധാരണഗതിയിൽ ഈ തൊഴിലുറപ്പിന്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് 30 ദിവസത്തേക്കാണ്, അതായത് 1 മാസത്തേക്കാണ് ഈ തുക നൽകുക. പക്ഷെ ഇവിടെ അത് 9 മാസത്തേക്ക് നീട്ടി നൽകിയിട്ടുണ്ട്. പിന്നെ തുടക്കത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉന്നയിച്ച തടസ്സവാദങ്ങൾ എതിർത്ത് ഭൂമി ഏറ്റെടുക്കുന്നതിൽ കോടതിയിൽ 48.5 കോടി രൂപ ചെലവ് വന്നിട്ടുണ്ട്. ഇതിന്റെ ഒക്കെ കണക്ക് പരിശോധിച്ചാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ആ പറഞ്ഞ 780 കോടി എന്ത് ചെയ്തെന്നുള്ളത്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ഇനി ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, ഈ പാവങ്ങൾക്ക് വേണ്ടി വയനാട്ടിലെ MP യും കേന്ദ്രവും എന്ത് ചെയ്തു?